റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ പത്രക്കാരോട് പറഞ്ഞു. എന്നാൽ ട്രംപ് പറഞ്ഞത് ശുദ്ധ നുണയാണെന്നും ഇന്ത്യയുടെ നയം വ്യക്തമാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പത്രസമ്മേളനം വിളിച്ച് പ്രതികരിച്ചു. CBSE, ICSE സ്കൂളുകളിന്മേൽ സംസ്ഥാനങ്ങൾക്ക് പരിമിതമായ അധികാരങ്ങളാണുള്ളതെന്ന് വ്യക്തമായി. അതത് ബോർഡുകളുടെ അംഗീകാരവും അഫിലിയേഷനുമാണ് പ്രധാനം. ഇതേസമയം യൂണിഫോം തീരുമാനിക്കാൻ സ്കൂൾ മാനേജ്മെന്റുകൾക്കാണ് അധികാരമെന്ന കോടതി വിധി നിലനിൽക്കെ സെന്റ് റീത്ത സ്കൂളിന് നേരെ സംസ്ഥാന സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. NSS സുപ്രീം കോടതിയിൽ നിന്ന് നേടിയ അനുകൂല വിധി എല്ലാ വിഭാഗക്കാർക്കും ബാധകമാക്കണമായിരുന്നു എന്ന് വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു. 10 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം ഇന്ന് പുലർച്ചെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SP ശശിധരന്റെ സംഘമാണ് ചോദ്യം ചെയ്തത്. ഇന്ന് പത്തനംതിട്ടയിലെത്തിച്ച് റാന്നി കോടതിയിൽ ഹാജരാക്കും. കേരളത്തിൽ 13 വൈസ് പ്രസിഡന്റുമാരും 58 ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടുന്ന ജംബോ ഭാരവാഹി പട്ടിക ഡൽഹിയിൽ AICC പ്രഖ്യാപിച്ചു. BJPയിൽ നിന്ന് അടുത്തിടെ ചാടി വന്ന സന്ദീപ് വാര്യരും പുതിയ ജനറൽ സെക്രട്ടറിയാണ്. ഇതേസമയം കേരളത്തിലെ കോൺഗ്രസിനെ സ്വന്തം കൈപ്പിടിയിലാക്കാനോ അതുവഴി മുഖ്യമന്ത്രി കസേര നേടാനോ ശ്രമിക്കുന്ന KC വേണുഗോപാലിനെതിരെ AI ഗ്രൂപ്പുകൾ സജീവമായി രംഗത്തിറങ്ങി. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. ബീഹാറിൽ ആദ്യഘട്ട പത്രികാ സമർപ്പണം ഇന്നത്തോടെ അവസാനിക്കും. 243 അംഗ നിയമസഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ്. വാട്ടർ മെട്രോ സാധ്യതാ പഠനം ആലപ്പുഴയിലും കൊല്ലത്തും ഉടൻ നടത്തും. വാട്ടർ മെട്രോ കൊച്ചി ടൈപ്പിൽ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി 21 കേന്ദ്രങ്ങളിൽ പദ്ധതി നടപ്പിൽ വരുത്താനാണ് ആലോചന. ജൂൺ 15 മുതൽ ഒക്ടോബർ 20 വരെ മൺസൂൺ ടൈം ടേബിൾ അവസാനിക്കുന്നതോടെ കൊങ്കൺ പാതയിലൂടെയുള്ള 38 ജോഡി തീവണ്ടികളുടെ സമയം പുനഃക്രമീകരിക്കും. മംഗള, നേത്രാവതി എന്നിവയടക്കം മണിക്കൂറുകളുടെ മാറ്റം വരുമെന്നാണ് സൂചന. തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകുന്നേരം 4-ന് തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് നേതൃത്വം നൽകും. മേൽശാന്തി നറുക്കെടുപ്പ് നാളെയാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിൽ കൊമ്പൻസ് ഇന്ന് തൃശൂർ മാജിക് FCയെ നേരിടും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് RTO ചമഞ്ഞ് വാഹന പരിശോധന നടത്തി പണം പിരിച്ച കാഞ്ഞിരംകുളം കരിച്ചൽ രതീഷ് ഭവനിൽ രതീഷിനെ പോലീസ് പിടികൂടി. പോക്സോ കേസിൽ ബദേൽ ഹൗസിൽ പാസ്റ്റർ ബോബസിനെ ആര്യനാട് SHO ശ്യാംരാജ് നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പഴകുറ്റിക്കാരനായ ബോബസ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് വിവരം. തിരുവനന്തപുരത്ത് തട്ടുകടകൾ കൂട്ടമായി ഒഴിപ്പിച്ച നടപടികളുടെ വിശദവിവരം അറിയിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് നൽകി. തിരക്കേറിയ പാത കയ്യേറിയ തട്ടുകടകൾ കോർപ്പറേഷൻ നീക്കം ചെയ്തതിൻ്റെ വിവരങ്ങളാണ് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടത്. മദ്യപിച്ച് സ്വന്തം കാർ ഓടിച്ച് തിരുവനന്തപുരം നഗരത്തിൽ അപകട പരമ്പര സൃഷ്ടിച്ച പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ നിജാമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിളപ്പിൽശാല SHOയാണ് നിജാം. ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിലെത്തി. ഞായറാഴ്ചയാണ് ഏകദിന പരമ്പര ആരംഭിക്കുന്നത്. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.